എനിക്കാണെങ്കിൽ ഇപ്പോൾ കണ്ണിൻ്റെ താഴെയായിട്ട് നല്ലപോലെ ഡാർക്ക് സർക്കിൾസ് വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. സംശയമല്ല, സംഭവം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഓൾറെഡി വന്നതാണ്, ഇപ്പോൾ കുറച്ചുകൂടെ ഡാർക്ക് ആവുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും നല്ല ഒരു അണ്ടർ ഐ ക്രീം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സജസ്റ്റ് ചെയ്യേ. അപ്പോൾ ഇന്നൊരു വീക്കെൻഡ് വ്ളോഗാണ്. അപ്പോൾ വീക്കെൻഡ് ആയപ്പോൾ ഇന്ന് പെട്ടെന്ന് റീക്ക പ്രതീക്ഷിക്കാതെ ഒരു രാവിലെ ഒരു 10-11 മണിയൊക്കെ ആയപ്പം പറഞ്ഞു, ഇന്ന് നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം, പുറത്തൊക്കെ പോയി കറങ്ങിയിട്ട് വരാമെന്ന്. അങ്ങനെ പുറത്ത് മീൻസ് ദോഹയിലോട്ട് പോകാമെന്ന്. അങ്ങനെ ഒരുപാട് നാളിന് ശേഷം നമ്മൾ ദോഹയിലോട്ട് പോയാണ്. ഉമ്മായും വാപ്പയൊക്കെ നിന്ന സമയമാണ് എപ്പോഴും ഇങ്ങനെ വീക്കെൻഡൊക്കെ ദോഹയിലോട്ട് പോകുന്നത് കറങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അതൊക്കെ കുറഞ്ഞു. അപ്പോൾ പോകുന്ന വഴിക്ക് എമ്രോടും ഞാൻ കുറച്ച് സ്നാക്കല്ല വിശക്കുന്നുണ്ടാവും എന്ന് കരുതിയിട്ട് മുട്ടയും തൈരും ഒക്കെ എടുത്ത് വെച്ച്, തൈരല്ല യോഗോട്ട് ഒന്നും ശരിയാവുന്നില്ലല്ലോ, യോഗേട്ടൊക്കെ എടുത്ത് വെച്ചിരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് അവൻ നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ നമ്മൾ ഇവിടെ ഇപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇവിടെ ദോഹയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒള്ളി കോഫി എന്ന് പറയുന്ന തമിഴ്നാട് റെസ്റ്റോറൻറ്റിലാണ് വന്നത്. അപ്പോൾ റീക്കക്ക് പ്യുവർ വെജ് കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഇവിടെ വന്ന് ഇവിടെ നല്ല നാടൻ വെജ് ഫുഡൊക്കെ കഴിച്ചേ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി നമ്മൾ പോകുന്നത് വിലാജിയോ മാളിലാണ്. ഒരുപാട് നാളായിട്ടോ വിലാജിയോ മാളിലൊക്കെ പോയിട്ട്. എന്താണ് ഇപ്പം അങ്ങനെ, സാധാരണ ദോഹയിൽ നിന്നപ്പോൾ എപ്പോഴും ഏതെങ്കിലുമൊക്കെ മാളിൽ പൊയ്ക്കൊണ്ടിരിക്കും. ഇപ്പം അങ്ങനെ അൽക്കോർ മാൾ മാത്രമാണ് എപ്പോഴും പോകാറുള്ളത്. ദോഹയിലോട്ടേ പോകാറില്ല, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ പിന്നെ നമ്മൾ ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു മിൽക്ക് ഇത് മേടിച്ചിട്ടുണ്ട്. എൻ്റെ റോസ് മിൽക്കാണ്. എനിക്ക് റോസ് മിൽക്ക് പണ്ടേ ഇഷ്ടമില്ലാത്ത സാധനം. പക്ഷേ എന്തോ എനിക്ക് ഇതിന് മുന്നേ വേറെ ഏതോ ഒരു നമ്മൾ അമ്മൻ മെസ്സിലാണെന്ന് തോന്നുന്നു പോയപ്പോൾ അവിടെ നിന്ന് റോസ് മിൽക്ക് മേടിച്ചപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ ഇത് പറഞ്ഞതാണ്, ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പം എന്തോ റോസ് മിൽക്കിനോട് താല്പര്യം ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ കാറിൽ കയറിയപ്പോൾ എമ്രും ആ ബോട്ടിലും വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പുറത്ത് ഒരു സ്റ്റിക്കർ ഇട്ടിച്ചിരുന്നതിനൊക്കെ ഇളക്കി കളിക്കുകയാണ്. എന്നിട്ട് ചിരിച്ചും ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ പാപ്പായ സോപ്പിടെയാണ്. അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കും അവൻ്റെ ടേൺ ആയോ, അവന് കാർ ഓടിക്കാൻ പോകാൻ വേണ്ടിയിട്ട്. ഇപ്പം വീണ്ടും ഭയങ്കര പ്രശ്നം തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും ഈദിനാണെന്ന് തോന്നുന്നു ഒന്ന് കാറിൽ റീക്ക് ഇതുപോലെ വെറുതെ ഒന്ന് ഇരുത്തിയായിരുന്നേ. അതിനുശേഷം ഇപ്പോൾ എപ്പോഴും അവന് വീണ്ടും ഫ്രണ്ടിലോട്ട് പോയി കാർ ഓടിക്കണം. കുറേ നാളായി. സ്റ്റാർട്ടിങ്ങിൽ 8-9 മാസം 10 മാസമൊക്കെ ഇവൻ ഉണ്ടായിരുന്ന സമയത്താണ് ഇവൻ്റെ പ്രായം. ആ സമയത്താണ് ഇവൻ ഒരുപാട് കാറൊക്കെ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരുന്നത്, ചുമ്മാ ഈ കാറിൽ ഇരുന്നേ. അപ്പോൾ ഇപ്പോൾ അതൊക്കെ ഇടയ്ക്ക് വെച്ച് മറന്നുപോയ കാര്യമാണ്. ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ തന്നെയാണ് വഴി തെറ്റിക്കുന്നത്. അതിനൊരു വഴി ഉണ്ടാക്കി കൊടുത്തോണ്ടാണല്ലോ അവന് വീണ്ടും ഓർമ്മ വന്നത്. അങ്ങനെ ഇപ്പോൾ വിലാജിയോ മാൾ എത്തിയിട്ടുണ്ട്. 8-9 മാസമല്ല, അതിന് മുന്നേ ഇവൻ 6-7 മാസം ആയപ്പോഴേ ഇവൻ ഈ കാർ ഇങ്ങനെ ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു തോന്നുന്നു. എന്താ എന്നൊരു ഷോർട്സൊക്കെ ഉണ്ട് ഓൾറെഡി. അപ്പോൾ നമ്മൾ ഈ മാളിലെത്തുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങ് നടന്നു പോയാൽ മതി. ഏതെങ്കിലുമൊക്കെ പെർഫ്യൂമിൻ്റെ ആ ഒരു സ്ട്രിപ്പില്ലേ, അതൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടും കേട്ടോ. ജസ്റ്റ് ഒന്ന് അവർ മേടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തരുന്നതാണ്. അപ്പോൾ അതും ഞാൻ മണപ്പിച്ച് വരികയാണ്. നല്ല സ്മെല്ലായിട്ട് എനിക്ക് തോന്നി, പക്ഷേ കോമൺ ആണെന്ന് തോന്നിയേ. പിന്നെ നമ്മൾ നേരെ ടോയ്സ് ഫോർ മീൽ വന്നു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഫൺ വില്ലയൊക്കെ ഉണ്ട്, ഫൺ ഫെയർ. അപ്പോൾ ടോയ്സ് ഫോർ മീൽ വെറുതെ വന്നതാണ്, ഒന്നും മേടിക്കണമെന്നും പറഞ്ഞ് വന്നതൊന്നും അല്ല. ഇതുവഴി പോയപ്പോൾ കണ്ടപ്പോൾ പാസ് ചെയ്തു. അല്ല, ഇതുവഴി എന്താണ് നടന്നു പോയപ്പോൾ അതാണ് എല്ലാം ഒന്ന് തന്നെയല്ലേ. പാസ് ചെയ്ത് പോയപ്പോൾ കയറി. അപ്പോൾ ഈ ഒരു ബോൾ പിറ്റ് കണ്ടപ്പോൾ അത് നോക്കിയപ്പോൾ ഓഫറിൽ ഇട്ടിട്ടുണ്ട്. 199 ഇട്ടിട്ടുണ്ട്. അത് 200-300 വരുന്നൊരു സാധനമാണ് ഓഫറിൽ ഇട്ടേക്കുന്നത്. പിന്നെ ഞങ്ങൾ ഇവനെ ഇടയ്ക്കിടയ്ക്ക് ബോൾ പിറ്റിൽ ഇപ്പോൾ കൊണ്ട് കളിക്കാൻ ഇടാറുണ്ട്. അതിൻ്റെ വ്ളോഗൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിന്, ഷോർട്സ് ആയിട്ടൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ നല്ല ഓഫറായിട്ട് തോന്നിയോണ്ടേ. അത്യാവശ്യം നല്ല സാധനമാണ്, നല്ല ബിഗ് സൈസും കൂടെയാണ്. നല്ല വീട്ടിലൊക്കെ നല്ല സ്ഥലം ഉണ്ടെങ്കിൽ മാത്രമേ മേടിച്ചുകൊണ്ട് പോയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ നമ്മൾ മേടിക്കണോ വേണ്ടേ, സ്ഥലം ഉണ്ടായില്ലേ എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചിട്ടാണ് ഒരുപാട് നേരം നിന്ന് ആലോചിച്ചിട്ടാണ് മേടിച്ചത്. ഫൈനലി നമ്മളത് മേടിച്ച് വന്നിട്ടുണ്ട്. എന്നിട്ട് നേരെ ഫൺ ഫെയറിലൊന്നും ഞാൻ പറഞ്ഞ റീക്ക നമുക്ക് ചുമ്മാ വെറുതെ ഒന്ന് ഇങ്ങോട്ട് ഇവന് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാണ് വന്നത്. ഇവിടുത്തെ കാർഡൊന്നും എടുത്തിട്ടില്ല അങ്ങനെ. പക്ഷേ എമ്രോ ആണെങ്കിൽ നടന്ന് പാസ് ചെയ്ത് പോയപ്പോൾ തന്നെ കിടന്ന് കരയാൻ തുടങ്ങി. സംഭവം എന്താണെന്ന് നമുക്ക് ആദ്യം മനസ്സിലായില്ല. നമ്മൾ എന്ത് ചെയ്ത്, ഞാൻ ആദ്യം കൊണ്ടുവന്ന് ഈ ഒരു വണ്ടിയിലൊക്കെ ഇരുത്തി. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അൽക്കോർ മാളിലുള്ള അതേ സെയിം ഒരു കാറുണ്ട് അവൻ കളിക്കുന്ന, ഏതോ KG കോബ്രയോ എന്ന് പറയുന്ന ഒരു ഗെയിം വരുന്നത്. അത് കണ്ടിട്ടാണ് അവൻ അത് നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് അവൻ അതിൽ കളിക്കണമെന്ന് പറഞ്ഞാണ് വന്നത്. പിന്നെ കുറച്ച് നേരം കളിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഇവനെ ഇന്ന് മാളിൽ വന്നതിന് ശേഷം അങ്ങനെ നമ്മൾ താഴെ ഇറക്കിയിട്ടില്ലായിരുന്നു. സ്ട്രോളറി തന്നെയായിരുന്നു ഫുള്ളും. അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കുമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നേ. ഞങ്ങൾ മൈൻഡ് ചെയ്യാതെ വന്ന്. കാരണം താഴെ ഇറക്കിയാൽ പിന്നെ ആളെ പിടിച്ച് സ്ട്രോളറിൽ കെട്ടിയിരുത്തുക എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടപ്പാടുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇവിടെ കുറേ നേരം ആയില്ലേ, പാവം 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ഇങ്ങനെ ഇരുന്നല്ലോ എന്നും പറഞ്ഞാണ് താഴെ ഇറക്കിയത്. അങ്ങനെ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ പെങ്കിനെ പോലെ ഓടി നടക്കുന്നുണ്ട്. താഴെയുള്ള ബട്ടൺസ് ഇട്ട് കൊടുക്കാൻ എന്നെ സമ്മതിച്ചില്ല, പിടി തരൂല കണ്ട. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ബഹളം കാണിച്ചപ്പോൾ പിടിച്ചിരുത്തി, എങ്ങനെയൊക്കെയോ കരഞ്ഞ് എന്നാലും സ്ട്രോളറിൽ ഇരുത്തിയേ. എന്നിട്ട് നമ്മൾ നേരെ ആസ്പെയർ പാർക്കിലോട്ടാണ് പോകുന്നത്. നമുക്ക് ഈ ഒരു വിലാജിയോ
മാളിൻ്റെ അകത്തൂടെ തന്നെ പോകാൻ പറ്റുമല്ലോ. അങ്ങനെ പോകുന്ന സമയത്ത് ഇപ്പോൾ സമയം ഒരു 5-5 കാലൊക്കെ ആയി. അപ്പോഴത്തേക്ക് എമ്മറുടെ ബോധം പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉറങ്ങിയിട്ടില്ല. ഇപ്പോൾ ഉറക്കമെന്ന് പറയുന്നത് ആളിന് ഉച്ചമയക്കം ഒന്നുമില്ല. മുന്നേയൊക്കെ ഉച്ചയ്ക്കാണ് എൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം, ഉച്ചയാകുമ്പോൾ അവങ്ങ് ഉറങ്ങും. ഇപ്പോൾ അതൊന്നുമില്ല, ഈവനിങ് ആണ് ഉറങ്ങാറ്. ഇനിയിപ്പോൾ ഒരു 2-3 മണിക്കൂറാണ് സാധാരണ ഉറങ്ങാറുള്ളത്. പക്ഷേ ഇത് പുറത്തായത് കൊണ്ടായിരിക്കണം 1 മണിക്കൂറേ ആൾ ഉറങ്ങിയിട്ടുള്ളൂ. അപ്പം നമ്മൾ കുറച്ച് നേരം ഈ ഒരു ആസ്പയർ പാർക്കിൽ തന്നെ ഇരുന്ന് കേട്ടോ. അവൻ എഴുന്നേക്കട്ടെ എന്ന് വിചാരിച്ചു. കാരണം അവന് ഇത്രയും നേരം നമ്മൾ പിടിച്ചിരുത്തിയതല്ലേ, കുറച്ച് നേരം ഒന്ന് ഫ്രീ ആയിട്ട് വിടാം, പാർക്കിൽ കൊണ്ട് വിടാമെന്നും പറഞ്ഞാണ് വന്നത്. പിന്നെ ഇപ്പോൾ സമ്മറൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ നല്ല വെയിലാണ്. ഉച്ചയ്ക്കൊക്കെ ഇറങ്ങിയാൽ ഭയങ്കര, ഇപ്പോൾ കാറ്റും കൂടെ ഉള്ളതുകൊണ്ട് ഭയങ്കരമായിട്ട് എന്താണ് ചൂട് കാറ്റാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈവനിങ് ആയതുകൊണ്ട് എന്നിട്ടും ചെറിയ ചൂടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവൻ ഉറങ്ങയല്ലേ എന്ന് പറഞ്ഞൊരു തണലത്ത് തന്നെ ഇരുന്നു. ഇത് ആസ്പയർ പാർക്കാണ്. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് പറഞ്ഞത് സത്യം പറഞ്ഞത്. ഖത്തറിൽ എത്ര വർഷമായോ എന്തോ, എന്നിട്ട് ഇതുവരെ ഞാൻ ഈ പാർക്കിൽ വന്നിട്ടില്ല. ഫസ്റ്റ് ടൈം. നമ്മൾ എമ്മറൂന് വേണ്ടിയിട്ടാണ് പാർക്കിൽ വന്നത്. പക്ഷേ എമ്മറു കണ്ടില്ലേ, നല്ല ഉറക്കത്തിലാണ്, ഉറങ്ങിപ്പോയി. രാവിലെ എഴുന്നേറ്റിട്ട് ഇതുവരെ ഉറങ്ങിയിട്ടില്ലായിരുന്നു. സോ എമ്മറു ഉറങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ കുറേ നടന്ന് മാളിൽ അവനെ ഇറക്കിയില്ല. കാരണം ഇറക്കിയത് ശരിയാവില്ല, കിടന്നു കുറച്ച് നേരം ഫൺ വില്ലേ പോയപ്പോൾ ഇറക്കിയേ. അതുകൊണ്ടാണ് പിന്നെ പാർക്കിലോട്ട് വന്നത്. പക്ഷേ തല ഉറങ്ങുമെന്ന് അറിയായിരുന്നു. കുറേ നേരം നടന്നുകൊണ്ട് കുറച്ച് നേരം ഒന്ന് ഇരിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ഒരു ഷെഡുണ്ട്, ബാക്കി എല്ലായിടത്തും നല്ല വെയിൽ. പിന്നെ ഇവിടെ എന്തോ കോഴി ഉണ്ടെന്നൊക്കെ എൻ്റെ വാപ്പ വന്ന സമയത്ത്, ഫസ്റ്റ് ടൈം വാപ്പ ഖത്തറിൽ വന്ന സമയത്ത് ഈ ഒരു പാർക്കിൽ കൊണ്ടുവന്നേ. ഞാൻ സത്യം പറഞ്ഞാൽ ഈ പാർക്കിൽ ഞാൻ പോയിട്ടില്ല, ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ കോഴി ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ കോഴിയുള്ള പാർക്കിൽ എനിക്ക് പോകണം എന്ന് പറഞ്ഞാൽ റീക്ക് എന്നെ കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്നപ്പോഴല്ലേ കാര്യം മനസ്സിലായത്, കോഴിയല്ല താറാവാണുള്ളതെന്ന്. പിന്നെ ഇവിടെയാണ് കുറച്ച് നേരം ഇരിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ ഇരുന്ന്. ആദ്യം കുറച്ച് ദൂരമൊക്കെ ചെന്ന് കറങ്ങിയൊക്കെ നടന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ എമ്മറും എഴുന്നേക്കട്ടെ എന്ന് പറഞ്ഞാണ് കുറേ നടന്നില്ല. അങ്ങനെ കാലൊക്കെ ഭയങ്കര വേദനയായിരുന്നേ. വെള്ളവും ദാഹിച്ചുകൊണ്ടിരിക്കണം. ഞാനാണെങ്കിൽ ആ ടോയ്സ് ഫോറമിൽ നിന്ന് വാങ്ങിച്ച സാധനമില്ല, അതുകൊണ്ട് നമ്മൾ കാറിൽ തിരിച്ചു കൊണ്ട് വെച്ചായിരുന്നു. അപ്പോൾ വാട്ടർ ബോട്ടിലിന് ആ കാറിൽ വെച്ച് മറന്നു വെച്ചിട്ട് വന്ന്. അങ്ങനെ ഇതുവഴി പോയപ്പോൾ ഒരു വെള്ളം കിട്ടി, അത് വെള്ളമൊക്കെ വാങ്ങിച്ച് കുടിച്ചു. പിന്നെ അങ്ങനെ ഇങ്ങനെ വായി നോക്കിയൊക്കെ ഇരുന്നപ്പോഴത്തേക്കും വായി നോക്കി ഇരുന്നില്ല, നമ്മളിങ്ങനെ ഇവിടെ ഒരു പാലമുണ്ട്. ഈ പാലം കിടന്ന് റീക്കോറിന് അപ്പുറത്ത് വന്നു. എനിക്ക് ഭയങ്കര മടിയായിരുന്നു, വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ട്, എന്നാലും നടക്കാൻ ഭയങ്കര മടിയാണ്. ചില സമയം ഞാൻ മടിച്ചാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പുറത്ത് പോകാമെന്ന് പറഞ്ഞ് നടന്ന് പോവാം. അപ്പോഴത്തേക്കും എമ്മറും എഴുന്നേക്കട്ടെ എന്ന് വിചാരിച്ചു. എഴുന്നേക്കുമെന്ന് വിചാരിച്ചില്ല, കാരണം അവൻ 2 മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങുന്നതാണ്. അപ്പുറത്തെത്തി നമ്മൾ അവിടെ നിന്നൊരു പോപ്കോൺ എന്ന് പറയുന്നൊരു കടയുണ്ട്. ആ കടയിൽ അവിടെ എത്തിയപ്പോഴത്തേക്ക് കടയിൽ അവിടെ നിന്ന് എന്തെങ്കിലും സ്നാക്സ് മേടിച്ച് വെക്കുക ഇവ എഴുന്നേൽക്കുമ്പം. കാരണം ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, കാറിലിരുന്നിട്ട് ഇവന് യോഗട്ടൊക്കെ കൊടുത്തു. പിന്നെ ചോറ് കഴിക്കാൻ കൊണ്ടപ്പം കുറച്ച് 2-3 വായൊക്കെ ആൾ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അധികം വിശപ്പുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ ഈവനിങ് ആകുമ്പോൾ എന്തായാലും ഇപ്പം മണി 6-6:15 ആയിട്ടുണ്ട്, 6:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അവ എഴുന്നേറ്റാൽ കൊടുക്കാമെന്നും പറഞ്ഞ് സ്നാക്ക് എന്തെങ്കിലും മേടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വന്നതാണ്. അങ്ങനെ പോപ്കോൺ എന്ന് പറയുന്ന മിസ്റ്റർ പോപ്കോൺ ആ ഒരു കടയിലാണ് ആദ്യം പോയത്. ഇവിടുത്തെ വ്യൂ നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. എമ്മറ് ഉറക്കം എഴുന്നേറ്റിട്ടുണ്ട്. അപ്പം നമ്മളിപ്പം മിസ്റ്റർ പോപ്കോണിൽ നിന്ന് സ്നാക്സ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതാ എമ്മറ് ബഹളമാണ് ഇറങ്ങാൻ വേണ്ടിയിട്ട്. റീക്ക മേടിക്കാൻ പോയിട്ടുണ്ട്, അവനെ താഴെ ഇറക്കി വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കഴിക്കാൻ കൊടുത്തിട്ട് ഇറക്കി വിട്ടാൽ പിന്നെ പ്രശ്നമില്ലല്ലോ, ഇവിടെ കിടന്ന് ഓടി കളിച്ചാലും പ്രശ്നമില്ല. അല്ലെങ്കിൽ ഇനിയിപ്പോൾ കഴിക്കാൻ വരില്ല, അതാണ്. ഓക്കെ, വാപ്പ കൊണ്ടുവന്നതാ, എന്തോന്ന് വാപ്പതാ കൊണ്ടുവന്ന്. യെസ്, ഒയ്യോ നല്ല ഹോട്ടാണ് കേട്ടോ. സ്പൈസി ആണോ? നല്ല ഹോട്ടാണ്. തുറക്ക്. അവൻ വിട്ട് ചറകാൻ നോക്കണ, പോവില്ല. ഓഫായ നോക്ക്, അയ്യോ ഓഫാക്കിയാന്തോ നോക്ക്, കാരണം നോക്ക്. പിന്നെ എമ്രൂന് സ്നാക്ക് കൊടുത്ത് കുറച്ച് നേരം ഇവിടെ കളിക്കാൻ വിട്ടേ. അവന് ഭയങ്കര സന്തോഷമായിരുന്നു കളിക്കാൻ വേണ്ടി. സ്ലൈഡാണ് ഇപ്പോൾ ഏറ്റവും ഇഷ്ടം. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ വീട്ടിലോട്ട് പോയി. പിന്നെ പോകുന്ന വഴിക്ക് അൽക്കോർ എത്തിയപ്പോൾ തന്നെ നമ്മൾ അവിടുത്തെ വസന്തഭവനിൽ നിന്ന് ഞാൻ പനീർ ദോശയൊക്കെ മേടിച്ച് കഴിച്ചു. പിന്നെ അത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, വേറെ ഒന്നുമല്ല, ചാർജ് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കോമൻസൊക്കെ അറിയിക്കുക. വീഡിയോസൊക്കെ കാണാറുണ്ടോ, ഇഷ്ടമാണോ, എന്താണ് ഇനി എങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണാനാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അതുപോലെയൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യാം.
പിന്നെ ഇവിടെ മീനുണ്ടെന്ന് ആദ്യം വന്നപ്പോൾ റീക്ക പറഞ്ഞു, വലിയ വലിയ ഫിഷൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ വൈകിട്ട് നോക്കിയപ്പോൾ കണ്ടില്ല, രാത്രിയായപ്പോൾ എല്ലാം പുറത്ത് വന്നേ. പിന്നെ നമ്മൾ മാളിലോട്ട് തിരിച്ചു പോയി. അവിടെ നിന്ന് MC കഫേന്ന് വീണ്ടും അവന് ഡിന്നർ കഴിക്കാൻ സമയമായി, വിശക്കുമെന്നും പറഞ്ഞ് മേടിച്ച് കുറച്ച് സ്നാക്കൊക്കെ മേടിച്ചു. പക്ഷെ അവൻ അതൊന്നും കഴിച്ചില്ല കേട്ടോ. അവസാനം ഞാൻ കഴിക്കേണ്ടി വന്നു. അപ്പോൾ നമുക്കിനി പുതിയൊരു വ്ളോഗിൽ കാണാം. ടാറ്റാ.